അരളിപ്പൂവിനുള്ളിലെ അപകടം. നാട്ടിൻപുറത്ത് സുലഭമായി കാണുന്ന അരളിപ്പൂവ് വിലക്കുറവായതുകൊണ്ടും കൂടുതൽ അളവിൽ കിട്ടുന്നതിനാലും എല്ലാവരും വാങ്ങി ഉപയോഗിക്കുന്നുമുണ്ട്. എന്നാൽ ഇതിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടത്തെക്കുറിച്ച് ആരും ബോധവാന്മാരായിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അരളിപ്പൂവിലെ വിഷാംശം മരണം വരെ സംഭവിക്കാൻ കാരണമാകും എന്നുള്ള വാർത്തകൾ പ്രചരിച്ചു തുടങ്ങിയിരിക്കുന്നു. UK പോകാൻ വിമാനത്താവളത്തിലെത്തിയ പെൺകുട്ടി അരളിപ്പൂവിലെ വിഷാംശമുള്ളിൽ ചെന്ന് കുഴഞ്ഞു വീണ് മരിച്ച വാർത്തയാണ് ഇതിന് കാരണമായത്. ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നതും. അപ്പോസൈനേസി കുടുംബത്തിലുള്ള നീരിയം ജനുസിലെ എക്സ്പീഷ്യസ് ആയ ഒരു നിത്യഹരിത സസ്യമാണ് അരളി. ഇന്ത്യയിലുടനീളം കാണുന്ന ഈ സസ്യത്തിന് എല്ലാത്തരം കാലാവസ്ഥയിലും വളരാൻ തക്ക ശേഷിയുണ്ട്. പിങ്ക്, വെളുപ്പ്, മഞ്ഞ എന്നീ നിറങ്ങളിലുള്ള പുഷ്പങ്ങൾ ഉണ്ടാകുന്ന അരളിച്ചെടികൾ കണ്ടുവരുന്നു. എല്ലാ ഭാഗവും വിഷമയമായ ഈ ചെടി നട്ടുവളർത്തുന്ന ഉദ്യാനങ്ങളിൽ ഏറ്റവും വിഷമുള്ളവയിൽ ഒന്നാണ്. അരളിച്ചെടി അലങ്കാരത്തിനും ക്ഷേത്രങ്ങളിൽ അരളിപ്പൂക്കൾ പൂജയ്ക്കും ഉപയോഗിക്കുന്നു. കരവീര, അശ്വഗ്ന, അശ്വമാരക, ഹയമാരക എന്നീ പേരുകളിൽ സംസ്കൃതത്തിലും കനേർ എന്ന് ഹിന്ദിയിലും ഈ സസ്യം അറിയപ്പെടുന്നു. കമ്പ് കുത്തിയും പതിവെച്ചും പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കാം. നീരിയം ഒലിയാണ്ടർ എന്ന വിഭാഗത്തിൽപ്പെടുന്ന സസ്യമാണ് അരളി. ഇതിലടങ്ങിയിരിക്കുന്ന ഒലിയാൻഡ്രിൻ, ഒലിയാൻഡ്രോജനിൻ തുടങ്ങിയ രാസഘടകങ്ങളാണ് ചെടിയെയും പൂക്കളെയും വിഷമയം ആക്കുന്നത്. ഇത് മരണം വരെ സംഭവിക്കാൻ ഇടയാക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു. ഈ ചെടിയുടെ കായ അല്ലെങ്കിൽ ഇലകളൊക്കെ കഴിച്ച് നിരവധി അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പശുക്കൾക്കും ആടിനും ഒന്നും ഇതിന്റെ ഇലയോ പൂവോ കൊടുക്കരുത് എന്നും പഠനങ്ങൾ അനുമാനിക്കുന്നുണ്ട്. അരളിയുടെ തണ്ടും വേരും ഇലയും പൂവും എല്ലാം വിഷാംശമുള്ളവയാണ്. ഇവ ശരീരത്തിനകത്തെത്തിയാൽ കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ. അരളിച്ചെടിയുടെ ഭാഗങ്ങൾ ചെറിയ അളവിലെങ്കിലും ശരീരത്തിലെത്തിയാൽ നിർജ്ജലീകരണം, ഛർദിൽ, വയറിളക്കം തുടങ്ങിയവ ഉണ്ടാകും. വലിയ അളവിലായാൽ ഗുരുതരാവസ്ഥയ്ക്കും കാരണമാകും. വിഷമുള്ളതാണ് എങ്കിലും ഔഷധമായും ഉപയോഗിക്കുന്ന ഈ സസ്യത്തെ ഉള്ളിലേക്ക് കഴിക്കുന്നതിനായി ആയുർവേദത്തിന്റെ പ്രാമാണിക ഗ്രന്ഥങ്ങൾ വിവരിക്കുന്നില്ല. എങ്കിലും വ്രണങ്ങളിലും കുഷ്ഠരോഗം തുടങ്ങിയ രോഗങ്ങൾക്കും പുറമെ പുരട്ടുന്നത് നല്ലതാണെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ഡൽഹി സർവകലാശാലയിലെ രസതന്ത്രം വിഭാഗം പ്രൊഫസർമാരായ S. രംഗസ്വാമി, TS. ശേഷാദ്രി എന്നിവർ നടത്തിയ ഗവേഷണങ്ങളിൽ നിന്നാണ് വേര്, ഇല എന്നിവിടങ്ങളിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ഗ്ലൈക്കോസൈഡുകൾ ഹൃദയപേശികളിൽ പ്രവർത്തിച്ച് അതിന്റെ സങ്കോച വികാസങ്ങളുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതായി കണ്ടെത്തിയത്.